നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടെസ്റ്റർ അല്ലെങ്കിൽ മെഗർ എന്ന് പറയുന്ന ഉപകരണത്തെ പറ്റിയാണ്. ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് മെഗർ എന്ന് നിങ്ങൾക്ക് ഒരു അവബോധമുണ്ടാക്കുകയും മെഗറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, എങ്ങനെയാണ് അതൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ടത്, മെഗർ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടെസ്റ്റർ അല്ലെങ്കിൽ മെഗർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ വാല്യൂ റെസിസ്റ്റൻസ്, അതായത് മെഗാ ഓം റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് അളക്കാൻ, അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ്. മെഗറിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ സാധാരണ ഒരു ചെറിയ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മീഡിയം റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടി ഓം മീറ്ററുകളോ അല്ലെങ്കിൽ വീസ്റ്റൺസ് ബ്രിഡ്ജ് പോലത്തെ ഉപകരണങ്ങളോ ആണ് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ ഒരു ഇൻസ്റ്റലേഷൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കാനോ അല്ലെങ്കിൽ ഒരു മെഷീനിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കാനോ ഈ പറയുന്ന ഓം മീറ്ററോ അല്ലെങ്കിൽ വീസ്റ്റൺസ് ബ്രിഡ്ജോ ഒന്നും ഉപയോഗപ്രദമായിരിക്കില്ല. അങ്ങനത്തെ എക്സ്ട്രീംലി ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വളരെ ഉയർന്ന റെസിസ്റ്റൻസ് ഉള്ള ഉപകരണങ്ങളുടെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ, അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഗറുകൾ യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ. ഒരു മെഗർ ബേസിക്കലി അതിലുണ്ടാകുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ DC ജനറേറ്റർ ഉണ്ടായിരിക്കും, അതിലൊരു മീറ്റർ ഉണ്ടായിരിക്കും, ഹൈ റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടി കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മീറ്റർ. ഈ DC ജനറേറ്ററിൻ്റെ ആർമച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ക്രാങ്കിങ് സിസ്റ്റവും ഉണ്ടായിരിക്കും. താഴെ കാണുന്ന ഫിഗർ പോലെയാണ് ഒരു മെഗറിൻ്റെ ഇൻറ്റേർണൽ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നത്. ഒരു മെഗറിൻ്റെ ഉള്ളിൽ ഒരു ജനറേറ്റർ ഉണ്ടാകും. ആ ജനറേറ്ററിനെ നമ്മൾ മാഗ്നറ്റോ എന്നുകൂടി വിളിക്കാറുണ്ട്. ആ മാഗ്നറ്റോ എന്ന് പറയുന്ന DC ജനറേറ്റർ 500 വോൾട്ട് മുതൽ 1 മെഗാ വോൾട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയതായിരിക്കും. ഓരോ മെഗറിന് അതിൻ്റെ റേറ്റിങ്ങിനനുസരിച്ചുള്ള മാഗ്നറ്റോ ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ചെറിയ ആപ്ലിക്കേഷനുകൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡൊമസ്റ്റിക് വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി 500 വോൾട്ട് പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള മെഗറുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ആ മെഗർ സപ്ലൈ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് യൂഷ്വലി 5 മുതൽ 10 മില്ലി ആംപിയർ വരെയുള്ള റേഞ്ചിലാണ് ഉണ്ടാവുക. മെഗറിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് കിലോ ഓം അല്ലെങ്കിൽ മെഗാ ഓമിലാണ് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൽ റീഡിംഗ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് ഒരു മെഗർ പ്രവർത്തിക്കുന്നത്? കുട്ടികളെ, നമ്മൾ തൊട്ട് മുൻപ് മെഗറിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കി. അതിൽ ഒരു പെർമനൻ്റ് മാഗ്നറ്റ് ഉണ്ടാകും. ആ പെർമനൻ്റ് മാഗ്നറ്റ് തന്നെയാണ് ജനറേറ്ററിനും മീറ്ററിംഗ് ഡിവൈസിനും വേണ്ട ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മീറ്ററിംഗ് ഡിവൈസിൽ 2 കോയിലുകളാണ് ഉണ്ടാവുക. ഒരു വോൾട്ടേജ് കോയിലും ഒരു കറണ്ട് കോയിലും. വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നത് ജനറേറ്ററിൻ്റെ ടെർമിനലുകൾക്ക് അക്രോസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. കറണ്ട് കോയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്
അത് എക്സ്റ്റേണലി കണക്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസിന് സീരീസായി വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഈ മെഗറിന് യൂഷ്വലി 2 ടെർമിനലുകളാണ് ഉണ്ടാവുക. എൽ ആൻഡ് ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ആ ടെർമിനലുകളെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ആ ടെർമിനലുകളിലാണ് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. മെഗറിൻ്റെ ഹാൻഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ആർമച്ചർ റൊട്ടേറ്റ് ചെയ്യുകയും അതിലൊരു EMF പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF കറണ്ട് കോയിലിലൂടെ ഒപ്പം തന്നെ എക്സ്റ്റേണലി കണക്റ്റ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിലൂടെയും ഒരു കറണ്ടിനെ കടത്തിവിടുന്നു. ഈ കടന്നു പോകുന്ന കറണ്ടിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഈ ഒഴുകുന്ന കറണ്ടിനും ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ജനറേറ്ററിനും അനുപാതമായ ഡിഫ്ലക്ഷനാണ് നമ്മളുടെ മീറ്ററിൽ കാണുന്നത്. ഇനി മീറ്ററിംഗ് ഡിവൈസിൽ മീറ്റർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കറണ്ട് കോയിലിൽ ഒഴുകുന്ന കറണ്ട് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിന് പ്രപ്പോർഷണൽ ആയിരിക്കും. കറണ്ട് കോയിലിലൂടെ ഒഴുകുന്ന കറണ്ട് മൂവിങ് സിസ്റ്റത്തിൽ അത് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ അണ്ടറിലാണ് ഇരിക്കുന്നുണ്ടാവുക. ആ മൂവിങ് സിസ്റ്റത്തിൽ ഒരു ക്ലോക്ക് വൈസ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. വോൾട്ടേജ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് മെയിൻ ഫീൽഡ് ഫ്ലക്സുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി വോൾട്ടേജ് കോയിൽ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. കറണ്ട് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും വോൾട്ടേജ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് ആക്ട് ചെയ്യുക. ടോർക്ക് എന്ന് പറഞ്ഞാൽ മൂവിങ് സിസ്റ്റത്തെ, അതായത് മീറ്ററിൻ്റെ ഉള്ളിലുള്ള മൂവിങ് സിസ്റ്റത്തെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ തിരിക്കാൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒരു നിശ്ചിത സ്പീഡിൽ ആർമച്ചർ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ വോൾട്ടേജ് കോയിലിലും കറണ്ട് കോയിലിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് കാരണമാണ് നമുക്ക് ആ റെസിസ്റ്റൻസ് മീറ്ററിംഗ് ഡിവൈസിൽ ഒരു ഡിഫ്ലക്ഷനായി കാണിക്കുന്നത്. ഈ 2 ടോർക്കുകളും പരസ്പരം ബാലൻസ് ആകുന്ന ഫൈനൽ പൊസിഷനിലാണ് മീറ്ററിൻ്റെ നീഡിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. ഈ മീറ്ററിൽ കൺട്രോളിംഗ് ടോർക്കുകളൊന്നുമില്ല. നമ്മൾ അമ്മീറ്ററും വോൾട്ട് മീറ്ററൊക്കെ കണ്ടപ്പോൾ ഒരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീഡിൽ എന്ന് പറയുന്നത് 0 പൊസിഷനിൽ വന്ന് റെസ്റ്റ് ചെയ്യും. ആ 0 പൊസിഷനിൽ വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിലൊരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സംവിധാനങ്ങളൊന്നും മെഗറിൽ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് കാരണം മെഗറിൻ്റെ നീഡിൽ സാധാരണഗതിയിൽ, അതായത് മീറ്റർ ഉപയോഗിക്കാത്ത അവസ്ഥയിൽ സ്കെയിലിൽ ഏതെങ്കിലും ഒരു ഭാഗത്താണ് വന്ന് റെസ്റ്റ് ചെയ്യുക. മെഗർ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഒരു മെഗർ ഒരു കാരണവശാലും ലൈവ് സർക്യൂട്ടിൽ ഉപയോഗിക്കരുത്. അതായത് കറൻറ്റോ വോൾട്ടേജോ അപ്ലൈ ചെയ്തിരിക്കുന്ന സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സർക്യൂട്ട് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എനർജൈസ് ചെയ്യുന്നതിന് മുൻപാണ് നമ്മൾ മെഗറുകൾ യൂസ് ചെയ്യേണ്ടത്. 2, മെഗറിൻ്റെ ഹാൻഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഏത് ദിശയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്ന് മാനുഫാക്ചേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ഡയറക്ഷനിൽ വേണം റൊട്ടേറ്റ് ചെയ്യാൻ. യാതൊരു കാരണവശാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടച്ച് ചെയ്യാൻ പാടില്ല. മെഗർ ദൃഢമായിട്ട് ഒരു സർഫസിൽ വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. മെഗറിൻ്റെ ഹാൻഡിൽ നിശ്ചിത സ്പീഡ്, ഉദാഹരണത്തിന് 160 RPM അല്ലെങ്കിൽ മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്യുന്ന സ്പീഡിൽ വേണം റൊട്ടേറ്റ് ചെയ്യിക്കാൻ. ഈ സ്പീഡിൻ്റെ ചേഞ്ച്
റീഡിങ്ങിനെ അഫക്റ്റ് ചെയ്യില്ല, എങ്കിലും സ്പെസിഫൈ ചെയ്ത സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തത് മെഗറിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. മെഗർ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റിനും 2 കണ്ടിന്യൂറ്റി ടെസ്റ്റിനും. എന്താണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്? നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ, ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ഡൊമസ്റ്റിക് വയറിംഗ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ ഡൊമസ്റ്റിക് വയറിങ്ങിൽ ഫേസ് വയർ ഉണ്ടായിരിക്കാം, ന്യൂട്രൽ വയർ ഉണ്ടായിരിക്കും, എർത്ത് വയർ ഉണ്ടായിരിക്കും. ഇവ പരസ്പരം ഇൻസുലേറ്റഡ് ആയിരിക്കും. ഈ ഇൻസുലേഷൻ നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫേസും ന്യൂട്രലും നമുക്കറിയാം, യാതൊരു കാരണവശാലും ലോഡിലൂടെ അല്ലാതെ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ വരാൻ പാടില്ല. ചിലപ്പോൾ വയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തകരാറുകൾ മൂലം ഇൻസുലേഷൻ ഫെയിലിയറോ വല്ലതും സംഭവിക്കാം. അങ്ങനത്തെ ഇൻസുലേഷൻ ഫെയിലിയർ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ടെസ്റ്റിനെയാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി ടെസ്റ്റ്. ഒരു ഉപകരണം പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു ഉദാഹരണത്തിന് നമ്മളുടെ വീട്ടിൽ മിക്സി എന്ന് പറയുന്ന ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം. ആ മിക്സിക്ക് വൈൻഡിങ്സ് ഉണ്ടായിരിക്കും, ആർമച്ചർ വൈൻഡിങ് അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് ഉണ്ടായിരിക്കും. ഈ വൈൻഡിങ് എവിടെയെങ്കിലും പൊട്ടിപ്പോയാൽ അതിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് എന്ന് പറയും. വയറിംഗ് ചെയ്തിരിക്കുന്ന ഒരു കേബിൾ എവിടെയെങ്കിലും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഫോൾട്ടിനെ പറയുന്നതാണ് ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട്. ഇങ്ങനത്തെ ഒരു ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഉപകരണത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് മെഗറിൻ്റെ ഉപയോഗം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് മെഗറിൻ്റെ സ്പെസിഫിക്കേഷൻ. മെഗർ നമ്മൾ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. യൂഷ്വലി 100 മെഗാ ഓം റേഞ്ചിലൊക്കെയാണ് മെഗറിൻ്റെ സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതായത് അതിൻ്റെ സ്കെയില് 100 മെഗാ ഓം വരെ അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. മെഗറിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിനനുസരിച്ചിട്ടാണ്. ചെറിയ ആപ്ലിക്കേഷനുകൾക്ക് 250 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 1000 വോൾട്ടിൻ്റെയൊക്കെ മെഗറാണ് യൂസ് ചെയ്യുക. എന്നാൽ വലിയ ആപ്ലിക്കേഷനുകൾക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇൻസുലേഷൻ ലൈൻ ഇൻസുലേറ്ററൊക്കെ ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ 1 കിലോ വോൾട്ട് 2.5 കിലോ വോട്ട് അല്ലെങ്കിൽ 5 കിലോ വോട്ട് അല്ലെങ്കിൽ 1 മെഗാ വോൾട്ട് വരെ റേഞ്ചിലുള്ള മെഗറുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. റെസിസ്റ്റൻസിൻ്റെ റേഞ്ച്, വർക്കിംഗ് വോൾട്ടേജ് ഇതിനടിസ്ഥാനമായിട്ടാണ് നമ്മൾ മെഗറുകളെ യൂഷ്വലി സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെഗറിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ടോപ്പിക്കുകളുമായി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി.